ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ജൂൺ 2023 നടന്ന ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, സെമസ്റ്റർ 4. അപ്പോൾ നമുക്കിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ദർ ഇസ് പാർട്ട് എ ആൻഡ് പാർട്ട് ബി. അപ്പോൾ പാർട്ട് എയിൽ 30 മാർക്സ് ആണ്, പാർട്ട് ബി 70 മാർക്സ് ആണ്. പാർട്ട് എയിലെ എല്ലാ മൊഡ്യൂൾസിലെയും 2 ചോദ്യം വീതം, അങ്ങനെ 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതെല്ലാം കമ്പൽസറി ആണ്. പാർട്ട് ബിയിൽ വരുമ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം. സോ ഇപ്പോൾ മൊഡ്യൂൾ 5 സിലബസ് നോക്കാം. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ, അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, എന്താണ് ഷിയർ സ്ട്രെങ്ത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അപ്പോൾ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ എന്തിനാണ് നമ്മൾ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത്, പിന്നെ മോർ കൂളം ഫെയിലിയർ ക്രൈറ്റീരിയൻ, പിന്നെ മോർ സർക്കിൾ ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻ ആൻഡ് സ്ട്രെസ്സസ്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സും അതുപോലെ തന്നെ മൈനർ സ്ട്രെസ് എല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾ മോർ സർക്കിൾ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷിയർ പാരാമീറ്റേഴ്സ് ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. അപ്പോൾ ഷിയർ പാരാമീറ്റേഴ്സും പ്രിൻസിപ്പൽ സ്ട്രെസ്സസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ എല്ലാം ന്യൂമറിക്കൽ പ്രോബ്ലംസ്. പിന്നെ വരുന്നത് ലബോറട്ടറി ടെസ്റ്റ്, അതായത് ട്രൈആക്സിയൽ കംപ്രഷൻ ടെസ്റ്റ്, അൺകൺഫൈൻഡ് ടെസ്റ്റ്, കൺസോളിഡേറ്റഡ് ടെസ്റ്റ്, ഇങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം ട്രൈആക്സിയൽ കംപ്രഷൻ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടോട്ടൽ ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ് സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്, അതുപോലെ തന്നെ അൺകൺഫൈൻഡ് ആയിട്ടുള്ള കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, വെയിൻ ഷിയർ ടെസ്റ്റ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലം. അടുത്ത് വരുന്നതാണ് നമ്മളുടെ സ്ലോപ്പിന്റെ സ്റ്റെബിലിറ്റിനെ പറ്റിയുള്ള ടോപ്പിക്കാണ്. അതിൽ പലതരം ഫെയിലിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ടോ ഫെയിലിയർ, ബേസ് ഫെയിലിയർ, സ്ലിപ്പ് ഫെയിലിയർ. ഈ ടോ ബേസ് എന്നൊക്കെ പറയുന്നത് റൊട്ടേഷണൽ ഫെയിലിയർ ആണ്. പിന്നെ വരുന്നതാണ് സ്വീഡിഷ് സർക്കിൾ മെത്തേഡ്, C5 അനാലിസിസ്, ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ്. അപ്പം ഈ 2 മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എപ്പോഴും essay ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ടൈലർ സ്റ്റെബിലിറ്റി നമ്പർ, സ്റ്റെബിലിറ്റി ചാർട്ട്, അതുപോലെ അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഇതെല്ലാമാണ് മൊഡ്യൂൾ 5 വരുന്ന ടോപ്പിക്സ്. അപ്പം നമുക്കിതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പാർട്ട് എയിൽ വന്ന ചോദ്യമാണ്. ജസ്റ്റിഫൈ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഷിയർ സ്ട്രെങ്ത് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് സോയിൽ. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് ഡിറ്റർമിനേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഫൗണ്ടേഷൻ ഒക്കെ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നമ്മുടെ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഫെയിലിയറിന് മുന്നേ എന്തോരം സ്ട്രെങ്ത് നമ്മളുടെ, അല്ലെങ്കിൽ എന്തോരം ലോഡ് നമ്മളുടെ സോയിലിൻ്റെ ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സോയിലിന്റെ ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? ഷിയർ സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഡാം, എംപാക്ട്മെന്റ് അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് ഡിസൈഡ് ചെയ്യാനായിട്ടും ഷിയർ സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ പിന്നീട് അതുപോലെ തന്നെ നമുക്ക് വേറെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസൈനിങ് പർപ്പസിനെല്ലാം ഈ ബെയറിംഗ് കപ്പാസിറ്റി അറിഞ്ഞാലാണ്, എന്തോരം ലോഡ് നമ്മുടെ സോയിൽ എടുക്കും എന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് എൻഷ്യൂർ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി. അപ്പോൾ സ്റ്റെബിലിറ്റി, അതുപോലെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ന് പറയാം. അപ്പോൾ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി എൻഷ്യൂർ ചെയ്യാൻ, അപ്പോൾ നമുക്ക് ഈ സോയിലിൻ്റെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോരം ഷിയർ ഫോഴ്സസ് റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ സോയിൽസ് എബിലിറ്റി ടു റെസിസ്റ്റ് ഷിയർ ഫോഴ്സസ്, ദേ ക്യാൻ ഡിസൈഡ് എ സ്റ്റേബിൾ ഫൗണ്ടേഷൻ ആൻഡ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ലോഡ് വിത്തൗട്ട് ഫെയിലിയർ ഓർ എക്സസീവ് ഡിഫോർമേഷൻ. അപ്പം നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഫെയിലിയർ ഇല്ലാതെ ലോഡ് നമുക്ക് ക്യാരി ചെയ്യാം എന്ന രീതിയിൽ നമുക്ക് ഫൗണ്ടേഷനെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഹസാർഡ്സിനെല്ലാം പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ അസസിങ് ദ സ്ലോപ്പ് സ്റ്റെബിലിറ്റി ആൻഡ് മിറ്റിഗേറ്റിംഗ് ദ റിസ്ക് ഓഫ് ലാൻഡ് സ്ലൈഡിന്റെയും അതുപോലെ തന്നെ സ്ലോപ്പ് ഫെയിലിയേഴ്സിന്റെ എല്ലാം റിസ്ക് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടും, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിനെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ടും സേഫ്റ്റി എൻഷ്യൂർ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ കൺസ്ട്രക്ഷനിന് ഒരു ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഷിയർ സ്ട്രെങ്ത്തിന്റെ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷനും അതിന്റെ മെറ്റീരിയൽസ് എങ്ങനത്തെ അപ്രോച്ചിൽ വേണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്, എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നെല്ലാം ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ഡിസൈനെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഷിയർ സ്ട്രെങ്ത് ഇൻഫോർമേഷൻ അലൗസ് എഞ്ചിനീയർ ടു ഒപ്റ്റിമൈസ് ഡിസൈൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ ആൻഡ് സെലക്ട് സ്യൂട്ടബിൾ റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു, അപ്പോൾ നമ്മളുടെ ഷിയർ സ്ട്രെങ്ത് ഇൻഫർമേഷൻ അനുസരിച്ച് അവിടെ എങ്ങനത്തെ ഡിസൈൻ ആണ് വേണ്ടത്, അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടും, പിന്നെ നമ്മളുടെ സോയിലിന്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടൊക്കെ പല ലോഡിംഗ് കണ്ടീഷനിലും നമുക്ക് സോയിലിന്റെ ബിഹേവിയേഴ്സ് എല്ലാം പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ ഷിയർ സ്ട്രെങ്ത്
ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ ആക്കാൻ വേണ്ടി നമ്മൾ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ അത് ലോഡ് ആക്ട് ചെയ്യും, അപ്പോൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് എക്കണോമിക്കൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഷിയർ സ്ട്രെങ്ത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ലോപ്പ് ഫെയിലിയേഴ്സ്. അപ്പോൾ നമുക്കറിയാം കുറേ തരം സ്ലോപ്പ് ഫെയിലിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ലോപ്പ് ഫെയിലിയേഴ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു 3 സ്ലോപ്പ് ഫെയിലിയേഴ്സ് ആണ് നമ്മൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് സ്ലോപ്പും ഫൈനൈറ്റ് സ്ലോപ്പും ഉണ്ട്. സ്ലോപ്സ് ആർ ഓഫ് 2 ടൈപ്പ്. 2 തരം സ്ലോപ്സ് ആണുള്ളത്, ഇൻഫൈനൈറ്റ് സ്ലോപ്പ് ആൻഡ് ഫൈനൈറ്റ് സ്ലോപ്പ്. അപ്പൊ ഫൈനൈറ്റ് സ്ലോപ്പിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം, ഡെപ്ത് നോൺ ആണ്. അപ്പൊ ഒരു നോൺ ഡെപ്ത് അല്ലെങ്കിൽ ഡെപ്ത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡെപ്ത് ഉള്ള സ്ലോപ്പാണ് ഫൈനൈറ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇൻഫൈനൈറ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്ത് ഫിക്സ്ഡ് അല്ല, നമുക്ക് ഡെപ്തും വേരി ചെയ്യും. അപ്പൊ ഡെപ്ത് വേരി ചെയ്യുന്ന കേസസ് ആണ് ഇൻഫൈനൈറ്റ് സ്ലോപ്പ്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ഫെയിലിയർ നോക്കാം, ദാറ്റ് ഇസ് ട്രാൻസ്ലേഷണൽ ഫെയിലിയർ. ഇപ്പൊ ട്രാൻസ്ലേഷണൽ ഫെയിലിയർ മെയിൻലി വരുന്നത് ഇൻഫൈനൈറ്റ് സ്ലോപ്പിലായിട്ടാണ്. ഇൻഫൈനൈറ്റ് സ്ലോപ്പിലാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പ് ആണ്, അൺലിമിറ്റഡ് എക്സ്റ്റെന്റ്. അപ്പൊ അൺലിമിറ്റഡ് എക്സ്റ്റെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഡെപ്ത് ഫിക്സഡ് അല്ല. അപ്പൊ ഇൻഫൈനൈറ്റ് സ്ലോപ്പ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് എ യൂണിഫോം സോയിൽ പ്രോപ്പർട്ടീസ് അറ്റ് ദ ഡെപ്ത് ബിലോ ദ ഫ്രീ സർഫസ്. അപ്പൊ ഫ്രീ സർഫസിന്റെ താഴെയുള്ള ഡെപ്തിലേക്ക് നമ്മുടെ സോയിലിന്റെ പ്രോപ്പർട്ടി യൂണിഫോം ആണ്, പക്ഷെ ഇൻഫൈനൈറ്റ് എക്സ്റ്റെന്റിലേക്കാണ് നമുക്കുള്ളത്. അവിടെ വരുന്ന ഒരു ഫെയിലിയർ, സ്ലോപ്പിന്റെ ഫെയിലിയർ ആണ് ട്രാൻസ്ലേഷണൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അതൊരു ലോങ് ഫെയിലിയർ സർഫസിന് പാരലൽ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇൻഫൈനൈറ്റ് സ്ലോപ്പിൽ ലോങ് ആയിട്ടുള്ള ഒരു ഫെയിലിയർ സർഫസിന് പാരലൽ ടു ദ സ്ലോപ്പ് ആയിട്ടാണ് നമുക്ക് ഈ ഫെയിലിയർ ഉണ്ടാകുന്നത്. സോ ട്രാൻസ്ലേഷണൽ ഫെയിലിയർ ഒക്കേഴ്സ് ഇൻ ആൻ ഇൻഫൈനൈറ്റ് സ്ലോപ്പ് എലോങ് എ ലോങ് ഫെയിലിയർ സർഫസ്. അപ്പൊ ലോങ് ഫെയിലിയർ സർഫസ് പാരലൽ ടു ദ സ്ലോപ്സ്. അപ്പൊ ഇങ്ങനെ കണ്ടോ, പാരലൽ ആയിട്ടാണ് നമുക്ക് ഫെയിലിയർ ഉണ്ടായിട്ടുള്ളത്. ദാറ്റ് ഇസ് ട്രാൻസ്ലേഷണൽ ഫെയിലിയർ. അപ്പൊ ഇത് മെയിൻലി ഉണ്ടാവുന്നത് ഇൻഫൈനൈറ്റ് സ്ലോപ്പിലാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്ലോപ്പ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഫെയിലിയർ ആണ്. അപ്പൊ കോമ്പൗണ്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ലേഷണൽ ഫെയിലിയറിന്റെയും റൊട്ടേഷണൽ ഫെയിലിയറിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷണൽ ആൻഡ് ട്രാൻസ്ലേഷണൽ ഫെയിലിയർ. അപ്പം കോമ്പൗണ്ട് ഫെയിലിയറിന്റെ കേസ് എന്ന് പറയുമ്പോൾ ഇത് 2 എൻഡിലും കേർവ്ഡ് ആയിരിക്കും. സോ കേർവ്ഡ് അറ്റ് ബോത്ത് ദ എൻഡ്സ്. അപ്പൊ ഈ ഫെയിലിയർ കേർവ്ഡ് ആണ്, എൻഡ്സിൽ കേർവ്ഡും മിഡിൽ പോർഷനിൽ ഫ്ലാറ്റും ആണ് അല്ലെങ്കിൽ പ്ലെയിൻ ആണ്. So the compound failure surface is curved at 2 ends. 2 എൻഡിൽ കേർവ്ഡും അതുപോലെ തന്നെ മിഡ് പോർഷനിൽ അല്ലെങ്കിൽ മിഡിൽ പാർട്ടിൽ അത് പ്ലെയിൻ ആണ്. അടുത്ത ഫെയിലിയർ എന്ന് പറഞ്ഞാൽ വെഡ്ജ് ഫെയിലിയർ ആണ്. ഒരു ഇൻക്ലൈൻ പ്ലെയിനിലുള്ള ഒരു ഫെയിലിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെഡ്ജ് ഫെയിലിയർ എന്ന് പറയുന്നത്. സോ വെഡ്ജ് ഫെയിലിയർ, ദ ഫെയിലിയർ അലോങ് ആൻ ഇൻക്ലൈൻ പ്ലെയിൻ ഈസ് നോൺ ആസ് പ്ലെയിൻ ഫെയിലിയർ അല്ലെങ്കിൽ വെഡ്ജ് ഫെയിലിയർ ഓർ ബ്ലോക്ക് ഫെയിലിയർ. അപ്പോൾ അത് പ്ലെയിൻ ഫെയിലിയർ എന്ന് പറയാം, വെഡ്ജ് ഫെയിലിയർ എന്ന് പറയാം, അല്ലെങ്കിൽ ബ്ലോക്ക് ഫെയിലിയർ എന്നും നമുക്ക് പറയാൻ പറ്റും. കണ്ടോ, ഈ ഒരു പ്ലെയിൻ ആയിട്ടേ ഫെയിൽ ആകുന്ന കേസ് ആയിട്ടാണ്. അപ്പോൾ ഒരു വെഡ്ജ് ഇങ്ങനെ അങ്ങ് ഫെയിൽ ചെയ്ത് പോകുന്ന ആ ഒരു കേസ്, അപ്പോൾ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഫെയിൽ ആവുന്നതിനെയാണ് വെഡ്ജ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിസ്റ്റന്റ് ബ്ലോക്ക് അല്ലെങ്കിൽ വെഡ്ജസ് നമ്മുടെ സോയിൽ മാസിൽ നിന്നും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് പോകുമ്പോൾ, അപ്പോൾ ഈ ഒരു സോയിൽ മാസ് നമ്മളുടെ ഈ പ്ലെയിനിൽ നിന്നും സെപ്പറേറ്റ് ആയി പോകുന്ന ആ ഒരു ഫെയിലിയറിനെയാണ് വെഡ്ജ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് റൊട്ടേഷണൽ ഫെയിലിയർ ഉണ്ട്. അപ്പോൾ റൊട്ടേഷൻ ഫെയിലിയർ തന്നെ പലതരം, ടോ ഫെയിലിയർ, ബേസ് ഫെയിലിയർ, സ്ലിപ്പ് ഫെയിലിയർ അങ്ങനെയെല്ലാം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് 3 മാർക്സിനായതുകൊണ്ട് ഏതെങ്കിലും 3 ഫെയിലിയേഴ്സിനെ വിത്ത് ഫിഗർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അത്രയും മതി 3 മാർക്സിന് വേണ്ടിയിട്ട്. ഇപ്പം നെക്സ്റ്റ് പാർട്ട് ബി. അപ്പോൾ പാർട്ട് ബിയിലെ ഫസ്റ്റ് തന്നെ ഒരു പ്രോബ്ലം ആണ്. ദ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ഓൺ ഡെൻസ് ആൻഡ് ഗീവ് ദ ഫോളോയിങ് റിസൾട്ട്സ്. അപ്പം നമുക്ക് നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും തന്നിട്ടുണ്ട്. സിഗ്മ ആൻഡ് ടു ആർ ഗിവൺ. ഇനി നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് നോക്കാം. ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റ് വാസ് കണ്ടക്ടഡ് ഓൺ ദ സെയിം സാൻഡ് വിത്ത് എ കൺഫൈനിങ് പ്രഷർ ഓഫ് 100 kN/m². ആൻഡ് വാട്ട് വിൽ ബി ദ ഡീവിയേറ്റഡ് സ്ട്രെസ് അറ്റ് ഫെയിലിയർ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡീവിയേറ്റഡ് സ്ട്രെസ് ആണ്. അപ്പൊ സിഗ്മ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സിഗ്മ ഡിയുടെ ഇക്വേഷൻ എന്താണ്? സിഗ്മ ഡി ഈസ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 3. ഇതിൽ സിഗ്മ 1 എന്ന് പറയുന്നതാണ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്, സിഗ്മ 3 ഈസ് ദ മൈനർ അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ 100 kN/m² തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ 3. അപ്പോൾ ദിസ് ഈസ് സിഗ്മ 3. സിഗ്മ 3 ഈസ് 100 kN/m². നമുക്ക് ഇവിടെ ഡീവിയേറ്റഡ് സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡീവിയേറ്റഡ് സ്ട്രെസ് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ 2 മെത്തേഡ്സിൽ കണ്ടുപിടിക്കാം.
ഫസ്റ്റ് എന്ന് പറയുന്ന മോഡ് സർക്കിൾ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡും പിന്നെ അനലിറ്റിക്കൽ മെത്തേഡും. അപ്പം നമുക്ക് ആദ്യം ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യാം, മോഡ് സർക്കിൾ മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ മോഡ് സർക്കിൾ വരയ്ക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്, നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ഉണ്ട്. അപ്പോൾ മോഡ് സർക്കിൾ ഇസ് ടോ വേഴ്സസ് സിഗ്മ അല്ലേ, ടോ വേഴ്സസ് സിഗ്മയാണ് മോഡ് സർക്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സിഗ്മ വരയ്ക്കാം. 35, 70, 105. ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോയിന്റ് വരുന്ന ഈ 3 പോയിന്റ്സിനെ കൂടി ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. അതിന് നമ്മൾ പയ്യെ എക്സ്റ്റെൻഡ് ചെയ്ത് വൈ ആക്സിസിലേക്ക് കൊടുക്കുക. അതെവിടെയാണ് ജോയിൻ ചെയ്യുന്നത്, ദാറ്റ് വിൽ ഗിവ്സ് യു ദ വാല്യൂ ഓഫ് സി. അപ്പം നമുക്ക് സിയുടെ വാല്യൂ അവിടെ നിന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ്, ദിസ് ഈസ് എ ഫെയിലിയർ എൻവലപ്പ്. ഇതാണ് ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്നും മിഡ് പോയിന്റിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നു ടു ദ എക്സ് ആക്സിസ് ആൻഡ് ദെൻ ടേക്ക് ദിസ് ആസ് ദ റേഡിയസ്. ഇത് റേഡിയസ് ആക്കി ഇത് സെൻറ്റർ ആക്കി വെച്ച് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കണം. സോ അപ്പം നമുക്ക് കിട്ടും, ദിസ് ഈസ് സിഗ്മ 3 ആൻഡ് ദിസ് ഈസ് സിഗ്മ 1. അപ്പം ഈ 0-യിൽ നിന്നും ഇതിൻ്റെ എൻഡ് പോയിന്റ് വരെയുള്ളത് സിഗ്മ 1-ഉം ഇവിടെ നിന്നും സ്റ്റാർട്ടിങ് വരെയുള്ളതാണ് സിഗ്മ 3. മോഡ് സർക്കിളിൻ്റെ ബിഗിനിങ്ങിലുള്ളതാണ് സിഗ്മ 3. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നതാണ് സിഗ്മ ഡി അല്ലെങ്കിൽ ദാറ്റ് ഈസ് സിഗ്മ 1. അപ്പം നമുക്ക് ഇവിടുന്ന് ഈ ഒരു പോർഷനിൽ നിന്നും നമുക്ക് സിഗ്മ 1-ഉം സിഗ്മ 3-ഉം നോൺ ആണ്. പിന്നെ ഇവിടെ വരുന്ന ഈ ഒരു ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഇവിടെ നമുക്കത് ആവശ്യമില്ല. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിഗ്മ ഡി ഇസ് ഈക്വൽ ടു ഇവിടെ നിന്ന് കിട്ടുന്ന സിഗ്മ 1 മൈനസ് സിഗ്മ 3, ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന സിഗ്മ 1 മൈനസ് സിഗ്മ 3-ൽ നമുക്ക് ആൻസർ കിട്ടും. സോ ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ മെത്തേഡ്. ഇനി നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ സെക്കൻഡ് മെത്തേഡാണ് അനലിറ്റിക്കൽ മെത്തേഡ്. അപ്പോൾ നമുക്കിവിടെ സിഗ്മ 1 അവൈലബിൾ അല്ല. സിഗ്മ 1 ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്കറിയാം സിഗ്മ ഇസ് ഈക്വൽ ടു ടോ ഇസ് ഈക്വൽ ടു സി പ്ലസ് സിഗ്മ ടാൻ ഫൈ ആണ്. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ടോയും സിഗ്മ വാല്യൂസും അറിയാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കാം. ആദ്യത്തെ ടോ എന്ന് പറയുന്നത് എന്താണ്, 29. അപ്പോൾ 29 is equal to 35 plus sigma tan phi. That is the equation 1. In second equation എന്ന് പറയുമ്പം 58 is equal to 75 plus sigma tan phi. That is equation number 2. അപ്പം by solving 1 and 2, അപ്പോൾ നമ്മൾ 1 and 2 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സിക്ക് 4.3 ഇൻറ്റു 10⁻³ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നൊരു ആൻസറും കിട്ടും. ഫൈക്കും നമുക്കൊരു വാല്യൂ കിട്ടും, ദാറ്റ് ഇസ് 39.64 ഡിഗ്രി. അപ്പോൾ 39.64 എന്ന് നമുക്ക് ഇല്ല, സി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സി കിട്ടില്ല. അപ്പം നമുക്ക് സിയും കിട്ടും ഫൈയും കിട്ടും. ഇനി നമുക്ക് വേണ്ടത് സിഗ്മ ഡി ആണ്. സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ സിഗ്മ 1 മൈനസ് സിഗ്മ 3. ഇതിൽ സിഗ്മ 1 കണ്ടുപിടിക്കാനുള്ളതാണ്. സിഗ്മ 1 ഇസ് ഈക്വൽ ടു സിഗ്മ 3 ടാൻ സ്ക്വയർ 5 പ്ലസ് 2c ടാൻ ആൽഫ. സോറി, 5 അല്ല, ആൽഫയാണ്. ഇതിൽ ടാൻ ആൽഫ എന്ന് പറയുന്നത് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, പ്ലെയിൻ്റെ ആംഗിൾ ആണ് ആൽഫ. ആൽഫ ഇസ് ഈക്വൽ ടു 45 പ്ലസ് 5/2 ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു 45 പ്ലസ് 5/2. അപ്പോൾ നമ്മളിവിടെ 45 പ്ലസ് 39.64/2 വെച്ച് നമുക്ക് ആൽഫ കിട്ടും. ഈ കിട്ടിയ ആൽഫനെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ 1, സിഗ്മ 3 നമുക്കറിയാം 100 ആണ്. 100 ടാൻ സ്ക്വയർ 45 plus 39.64/2
പ്ലസ് 2 ഇൻറ്റു സിയുടെ വാല്യൂ അറിയാം 4.3 ഇൻറ്റു 10⁻³ ഇൻറ്റു tan 4. നമുക്ക് ആൻസർ ആയിട്ടൊരു 452.428 kN/m² കിട്ടും. അപ്പോൾ σ1 കിട്ടി. അപ്പൊ σ1 കിട്ടി. ഇനി നമുക്ക് σd. അപ്പൊ σd എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കിട്ടിയ σ1ൽ നിന്നും σ3 മൈനസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 452.428 മൈനസ് നമ്മുടെ σ3 എത്രയാണ്? 100 ആണ്. സോ ആൻസർ ഇസ് 352. ഇങ്ങനെയാണ്. അപ്പം അനലിറ്റിക്കൽ മെത്തേഡ് ആവുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് എല്ലാം അറിയണം. അപ്പോൾ ആദ്യം നമ്മൾ τ = c + σ tan phi എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തു. അതിൽ നമ്മൾ ഫസ്റ്റ് 2 വാല്യൂസ് ഇട്ട് കൊടുത്ത് ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് സിയും ഫൈയും കണ്ടുപിടിച്ചു. അതിനുശേഷം നമുക്ക് σ1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് എന്തിട്ട് കൊടുത്തു? ഈ കിട്ടിയ വാല്യൂസ് ഇട്ട് കൊടുത്തു. ആൽഫയും കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് σ1 കിട്ടി. ഈ σ1ൽ നിന്നും തന്നിരിക്കുന്ന σ3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് σd കിട്ടും. So, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The unconfined compressive strength of the soil sample was found as 30 kN/m². Draw the Morse circle for the failure condition and show the failure plane and failure envelope. What is the cohesion of the soil sample tested? അപ്പോൾ നമുക്ക് ഇവിടെ അൺകൺഫൈൻഡ് ആയിട്ടുള്ള ഒരു സോയിൽ ആണ്. അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെസ് ആണ് സ്ട്രെങ്ത് ഓഫ് ദി സോയിൽ ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് QU. അപ്പോൾ QU നമുക്ക് 30 kN/m² ആണ്. അപ്പൊ QU നോൺ ആണെങ്കിൽ ഇപ്പൊ C എന്താണ്? C is equal to QU/2. ദാറ്റ് ഈസ് 30/15 kN/m². അപ്പൊ നമുക്ക് C ഇവിടെ നോൺ ആണ്. നമുക്ക് മോർ സർക്കിൾ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ മോർ സർക്കിളിൽ അൺകൺഫൈൻഡ് ആയിട്ടുള്ളതിൽ നമുക്കറിയാം ഇങ്ങനെ പാരലൽ ആയിട്ട് C ഇത് 15 ആണ്. അപ്പം ഇത് തന്നെ റേഡിയസ് ആക്കി വെച്ച് ഇത് റേഡിയസ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഇത് നമ്മൾ 0യിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് അൺകൺഫൈൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് σ3 ഇവിടെ 0 ആണ്. ദർ ഇസ് നോ σ3. നമുക്ക് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ σ1 ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് σ1 ആണ്. ദിസ് ഈസ് ദ ഫെയിലിയർ എൻവലപ്പ്. ഇതാണ് നമ്മളുടെ ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നിന്നും നമ്മളുടെ ഈ പോയിന്റിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ എടുത്ത പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ഈ ലൈനാണ് ഫെയിലിയർ പ്ലെയിൻ. ദാറ്റ് ഇസ് ദ ഫെയിലിയർ പ്ലെയിൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് കൊഹഷൻ 15 ആണ് കിട്ടി. അപ്പോൾ കൊഹഷൻ നമ്മൾ ഡയറക്റ്റ് വരച്ചു പാരലൽ ആയിട്ട്. ആൻഡ് ഇതിൽ നിന്നും നമ്മൾ കറക്റ്റ് 15ലേക്ക്, കാരണം നമ്മളുടെ ഇവിടുത്തെ റേഡിയസ് 15 ആണ്. 15 വെച്ചിട്ട് അപ്പോൾ 15 സെന്ററിൽ കൊടുത്ത് നമ്മളൊരു സർക്കിൾ വരച്ചു. ആൻഡ് σ1 നമുക്ക് 30 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്തൊക്കെയായിരുന്നു? ഓക്കെ, ഫെയിലിയർ പ്ലെയിൻ കാണിച്ചു, ഫെയിലിയർ എൻവലപ്പ് ആൻഡ് സർക്കിൾ ഫോർ ദ ഫെയിലിയർ കണ്ടീഷൻ. ഇത് ഡ്രോ ചെയ്യാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയത് σ1 30. സോ ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. ജസ്റ്റ് മോർ സർക്കിൾ വരയ്ക്കാനുള്ള ഇതുള്ളൂ. സോ ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് ഓഫ് സ്ലോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസ്. അപ്പോൾ എപ്പോഴും ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യനിൽ എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് നമ്മൾ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഹോമോജനസ് സോയിലിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ സർക്കിളിൽ ഫസ്റ്റ് വരുന്ന കുറച്ച് കണ്ടീഷൻസ് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് ദ ഫ്രിക്ഷൻ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെയിലിയർ സർഫസ് എന്ന് പറയുന്നത് ഒരു ആർക്ക് ഓഫ് ദ, നമ്മൾ അസ്യൂം ചെയ്യുന്നത് ദ ഫെയിലിയർ സർഫസ് ആസ് ആർക്ക് ഓഫ് എ സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ആർക്കായിട്ടാണ്. അപ്പോൾ നമ്മളുടെ വെഡ്ജ് വരച്ചു. അപ്പോൾ നമ്മുടെ സ്ലോപ്പ് അല്ലെങ്കിൽ വെഡ്ജ് എന്ന് പറയുന്നത്
ഇതാണ് നമ്മളുടെ വെഡ്ജ് അല്ലെങ്കിൽ സ്ലോപ്പ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി ഇതിന്റെ ഫെയിലിയർ സർഫസ് അല്ലെങ്കിൽ ഫെയിലിയർ സർഫസ് എന്ന് പറയുന്നത് ഇതുപോലൊരു ആർക്കാണ് ഒരു സർക്കിളിന്റെ. ആൻഡ് ദ സെന്റർ, O എന്ന് പറയുന്ന സെന്റർ നമുക്കിവിടെ കാണാം. O is the center. ആൻഡ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ, സർക്കിളിന്റെ സെന്റർ എന്താണ്? O ആണ് ഇവിടെ. സെന്റർ ഓഫ് സർക്കിൾ is O with the radius. ഇതിന്റെ റേഡിയസ് എത്രയാണ്? With the radius R. ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ്. ഇനി നമ്മളൊരു കോൺസെൻട്രിക് ആയിട്ട് വേറൊരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ആൻഡ് യു ഡ്രോ എ സർക്കിൾ, എ കോൺസെൻട്രിക് സർക്കിൾ. നമ്മളൊരു കോൺസെൻട്രിക് സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R sin phi ആണ്. ആൻഡ് ദ റേഡിയസ് ഓഫ് ദറ്റ് കോൺസെൻട്രിക് സർക്കിൾ, ആ കോൺസെൻട്രിക് സർക്കിളിന്റെ റേഡിയസ് എന്താണ്? R sin phi ആണ്. ഇനി നമ്മൾ ഈ കോൺസെൻട്രിക് സർക്കിളിൽ നിന്നും നമ്മളൊരു ടാൻജന്റ് ഇതിലേക്ക് വരയ്ക്കുകയാണ്. സോ ഇഫ് യു ഡ്രോയിങ് എ ടാൻജന്റ് ഫ്രം ദി, let us assume that this is the tangent. അപ്പോൾ നമ്മൾ നമ്മളുടെ ഈ സർക്കിളിലേക്ക് ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഇതിൽ നിന്നും ഡിഫ്ലക്റ്റ് പോയിരിക്കുന്ന ഈ ആംഗിളാണ് ഫൈ. അപ്പം നമ്മൾ ഈ കോൺസെൻട്രിക് സർക്കിളിൽ നിന്നും നമ്മളുടെ ഫെയിലിയർ സർക്കിളിലേക്ക് ഒരു ടാൻജന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫൈ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത്രയും ക്ലിയർ ആണ്. അപ്പം നമ്മൾ ഇതിൽ നിന്നും ടാൻജൻസ് വരയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയുണ്ട്? ഫെയിലിയർ സർഫസ് എന്ന് പറയുന്നതാണ് ഒരു ആർക്ക് ഓഫ് ദി സർക്കിളാണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്ന R ആണ്. പിന്നീട് നമ്മളൊരു കോൺസെൻട്രിക് സർക്കിൾ വരച്ചു. ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് R sin phi എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ടാൻജന്റ് വരച്ചു. അത് എന്തോരം ഡിഫ്ലക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? ഫൈ ഡിഫ്ലക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇതിൽ മെയിൻലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഫസ്റ്റ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വെയിറ്റ് ഓഫ് ദ വെഡ്ജ് ആണ്. വെയിറ്റ് ഓഫ് വെഡ്ജ് W. ഈ W ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് W ആക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വെയിറ്റ് ഓഫ് ദ വെഡ്ജ്, പിന്നെ ദ റിസൾട്ടന്റ് R ഓർ നമുക്ക് ഇവിടെ P എന്ന് എടുക്കാം. സോ P അപ്വേർഡിലേക്ക് റിസൾട്ടന്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ദ റിസൾട്ടന്റ് കൊഹസീവ് റെസിസ്റ്റൻസ് ആണ്. കൊഹസീവ് റെസിസ്റ്റൻസ് C. അപ്പം നമ്മളുടെ പ്ലെയിൻ ഇങ്ങോട്ടാണ് സ്ലിപ്പ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം C ആക്ട് ചെയ്യാനായിട്ട്. അപ്പം ഇത് ഇങ്ങനെയാണ് പോകുന്നത്, നമുക്ക് സ്ലിപ്പ് ചെയ്ത് പോകുന്നത്. സ്ലിപ്പിംഗ് സർഫസ് എങ്ങനെയാണ്? അപ്പോൾ കൊഹഷൻ ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ദാറ്റ് ഈസ് C. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ 3 ഫോഴ്സ് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ വരുന്നത് കൊഹസീവ് റെസിസ്റ്റൻസ് C. അപ്പോൾ കൊഹസീവ് റെസിസ്റ്റൻസ് Cയും കൂടിയാണ് നമുക്ക് ആക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ആർക്കിന്, അപ്പം ഇതാണ് നമ്മളുടെ ആർക്ക് എന്ന് പറയുന്നത് AC. ഈ ആർക്കിന് നമ്മൾ പാരലൽ ആയിട്ട് ഒരു കോഡ് വരയ്ക്കുകയാണ്, കോഡ് AC. അപ്പം നമ്മൾ ഈ AC വരയ്ക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഡ് AC വിൽ ഗീവ് യു ദ മാഗ്നിറ്റ്യൂഡ് and the direction of resultant cohesion. അപ്പോൾ റിസൾട്ടന്റ് കൊഹഷന്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു കോഡ് AC വരച്ചത്. അപ്പോൾ C ആണ് നമ്മുടെ റിസൾട്ടന്റ് കൊഹഷൻ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ CM എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? മൊബിലൈസ്ഡ് യൂണിറ്റ് ഓഫ് കൊഹഷൻ ആണ്. മൊബിലൈസ്ഡ് യൂണിറ്റ് ഓഫ് കൊഹഷൻ. അപ്പം മൊബിലൈസ്ഡ് യൂണിറ്റ് ഓഫ് കൊഹഷൻ, മൊബിലൈസ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റന്റിൽ നമ്മൾ കൊഹഷൻ എടുത്താൽ അത് CM ആണ്. ഇപ്പം ഈ ആർക്കിലെ ഏതെങ്കിലും, അപ്പം നമ്മൾ ആർക്ക് ലെങ്ത് ഇപ്പം ΔL ആണ് ആർക്ക് ലെങ്ത് എങ്കിൽ ആ ആർക്ക് ലെങ്ത്തിലുള്ള മൊബിലൈസ്ഡ് കൊഹഷൻ എന്ന് പറഞ്ഞാൽ CM × ΔL ആയിരിക്കും. അപ്പം നമ്മൾ മൊബിലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഇപ്പം നമുക്ക് മൊത്തം ആർക്ക് ലെങ്ത്തിലുള്ള റിസൾട്ടന്റ് കൊഹഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? CM × L. ആ ആർക്കിന്റെ ലെങ്ത് വരും CM × L. അപ്പൊ ഇവിടുത്തെ നമ്മുടെ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് LC ആണ്. ആർക്കിന്റെ ലെങ്ത് L. ഇപ്പൊ കോഡിലൂടെ ആക്ട് ചെയ്യുന്ന കൊഹഷന്റെ ആവുമ്പോൾ C നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? ആർക്കിന്റെ ഇതായിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ CM × LC, അതായത് ലെങ്ത് ഓഫ് ദി കോഡ് ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഇനി നമുക്ക് പൊസിഷൻ ഓഫ് ദി റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ
അപ്പോൾ പൊസിഷൻ ഓഫ് ദ റിസൾട്ടന്റ് കോഹഷൻ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഈ സി. അപ്പൊ ഇവിടെ നമുക്കൊരു സി ആക്ട് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സേ ദാറ്റ് ഇവിടെ നിന്നും ആക്ട് ചെയ്യുന്ന സി, ഇങ്ങനെയാണ് സി ആക്ട് ചെയ്യുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് എ. അപ്പൊ സി ആക്ട് ചെയ്യുന്ന അറ്റ് എ ഡിസ്റ്റൻസ് എ ആണ്. അപ്പൊ ഈ റിസൾട്ടന്റ് സി, ഇതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് എന്തിനോട് ഇക്വാലന്റ് ആയിരിക്കും? നമ്മളുടെ ഫെയിലിയർ സർഫസിന്റെ മൊബിലൈസ്ഡ് ആയിട്ടുള്ള കൊഹസീവ് ഫോഴ്സിനും, അതായത് കൊഹസീവ് റെസിസ്റ്റൻസിന് ഇക്വലന്റ് ആയിരിക്കും. അപ്പൊ സി ഇൻറ്റു ഇത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എ ആണ്. ആൻഡ് ഇവിടെ നമ്മുടെ ആർക്കിന്റെ ഈ ആർക്കിൽ മൊത്തത്തിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം സി എം ഇൻറ്റു എൽ ആണ്. ഈ സി എം ഇൻറ്റു എൽ എന്ന് പറയുന്നത് നമുക്ക് സി എം ഇൻറ്റു എൽ സി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ബിക്കോസ് നമ്മൾ ഇക്വലന്റ് ആയിട്ടുള്ള കോഡാണ് വരച്ചത്. അപ്പൊ ദാറ്റ് ഇസ് സി എം ഇൻറ്റു എൽ സി. അപ്പൊ ഇതിൽ സിയും സി ഇസ് ഈക്വൽ ടു സി എം ഇൻറ്റു എൽ. ഇത് ആർക്കിന്റെ റിസൾട്ടന്റ് ആയതുകൊണ്ട് സി എം ഇൻറ്റു എൽ ആയിട്ട് എഴുതാം. സി ഇസ് ഈക്വൽ ടു സി എം ഇൻറ്റു എൽ, ഇവിടെ സി എം ഇൻറ്റു എൽ സി. അപ്പൊ സി എമ്മും ക്യാൻസൽ ചെയ്ത് പോയാൽ, സോറി ഇവിടെ റേഡിയസ് എഴുതാൻ പറഞ്ഞേ, ഇൻറ്റു ആർ ഉണ്ട്, ഇൻറ്റു എ. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസും ഇത് ആക്ട് ചെയ്യുന്നത് റേഡിയസിലേക്കാണ് അല്ലെ, കോഡിന്റെ ഇവിടെ വരുന്നത് റേഡിയസിലേക്കാണ്. അപ്പം സി എം ക്യാൻസൽ ചെയ്തു. എ ഇസ് ഈക്വൽ ടു എൽ സി ബൈ എൽ ഇൻറ്റു ആർ, വിച്ച് മീൻസ് ദാറ്റ് എ ഈസ് ഗ്രേറ്റർ ദാൻ ആർ. നമ്മുടെ റേഡിയസിലും കൂടിയ ഒരു ലെങ്ത്തിലാണ് നമ്മളുടെ റിസൾട്ടന്റ് കൊഹഷൻ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കിയാൽ കാണാം ഇതൊരു വെഡ്ജ് പൊസിഷൻ. അപ്പൊ ഇതിന്റെ റിയാക്ഷൻ കണ്ടാൽ വെയിറ്റ് താഴേക്ക്, നമ്മളുടെ റിസൾട്ടന്റ് ഫോഴ്സ് പി ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് ആൻഡ് സി ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ട്. അപ്പൊ ഈ 3 ഡയഗ്രാം, അപ്പൊ ഈ ഫോഴ്സ് ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് റിസൾട്ടന്റിന്റെ പൊസിഷനും അതുപോലെ തന്നെ റിസൾട്ടന്റിന്റെ വാല്യൂം കണ്ടുപിടിക്കാം. അതുപോലെ റിസൾട്ടന്റ് സിയുടെ വാല്യൂ നമുക്ക് ഈ ഫോഴ്സ് ട്രയാങ്കിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് സി ബൈ സി എം ആണ്. ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് സി ബൈ സി എം. അപ്പൊ നമ്മൾ കുറേ സ്ലോപ്പ് സർക്കിളിന് അല്ലെങ്കിൽ ഫെയിലിയർ സർക്കിളിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കും. ആൻഡ് ലോവസ്റ്റ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വരുന്നതാണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്ലോപ്പ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ സ്ലോപ്പ് സർക്കിൾ എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി വരുന്നതാണ്. നമുക്ക് സ്റ്റെബിലിറ്റി നമ്പർ എല്ലാം ഉണ്ട്. അപ്പൊ സ്റ്റെബിലിറ്റി നമ്പർ എല്ലാം കണ്ടുപിടിക്കാൻ നമുക്ക് ചാർട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് ഇതിൽ വരുന്ന ഇക്വേഷൻ. അപ്പം ഇതാണ് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് ഓഫ് സ്ലോപ്പ് സ്റ്റെബിലിറ്റി. അപ്പൊ എങ്ങനെയാണ് ഫ്രിക്ഷൻ സർക്കിൾ? അപ്പം ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ വരുന്ന ഇതെല്ലാം നോട്ട് ചെയ്യുക. പിന്നെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്, ആൻഡ് നമ്മൾ കോഡ് വരച്ച് പിന്നെ സി കണ്ടുപിടിച്ചു. അപ്പൊ സി ആക്ട് ചെയ്യുന്നത് ഒരു റേഡിയസിൽ നിന്നും കൂടിയ ഒരു ലെങ്ത്തിലാണെന്ന് കണ്ടുപിടിച്ചു. പിന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇതൊക്കെയാണ് മെയിൻലി ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡിൽ വരുന്നത്. സോ ഇപ്പൊ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. അത് 4 മാർക്സ് പ്രോബ്ലം ആണ്. 10 meter deep cut is to be made in a stratum of cohesive soil with C. അപ്പോൾ cohesion value തന്നിട്ടുണ്ട്, that is 35 kilopascal. And gamma is 18.5 kilonewton per meter cube. And phi യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, that is 0. ഇനി ബെഡ് റോക്ക് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 15 meter below the original ground surface ആണ്. നമുക്കിതിവിടെ കണ്ടുപിടിക്കേണ്ടത് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് ഫെയിലിയർ. അപ്പോൾ നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് സ്ലോപ്പ് നമുക്ക് തന്നിരിക്കുന്നത് 30 ഡിഗ്രി. ഡി എഫ് തന്നിട്ടുണ്ട് 1.5. ഇൻ കേസ് ഡി എഫ് തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ബെഡ് റോക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡെപ്ത് ബൈ ദ ഡെപ്ത് ഓഫ് ദ കട്ടാണ് നമുക്ക് ഡി എഫ് കണ്ടുപിടിക്കാൻ. അപ്പം ഡി എഫ് ഇസ് ഈക്വൽ ടു 15/10 ചെയ്താലും നമുക്ക് ഇവിടെ 1.5 കിട്ടും. ബട്ട് ഓൾറെഡി ഇവിടെ ഗിവൺ ആണ്, ഹൈ 30 ഡിഗ്രി ആണ്. ആൻഡ് ഇവിടെ സ്റ്റെബിലിറ്റി നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റെബിലിറ്റി നമ്പർ 0.164. അത് സ്റ്റെബിലിറ്റി നമ്പർ നമുക്ക് തന്നിട്ടില്ലെങ്കിലാണ് നമ്മൾ ഡി എഫും ഐയും ഇതെല്ലാം വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഫൈ വെച്ച് നമ്മൾ ചാർട്ടിൽ വെച്ച് സ്റ്റെബിലിറ്റി ചാർട്ട് വെച്ച് സ്റ്റെബിലിറ്റി നമ്പർ കണ്ടുപിടിക്കണം. ഇത് ഓൾറെഡി ഗിവൺ ആണ്. സോ എസ് എൻ ഇസ് ഈക്വൽ ടു 0.164. അപ്പം നമുക്ക് സ്റ്റെബിലിറ്റി നമ്പറും ഫാക്ടർ ഓഫ് സേഫ്റ്റി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. എസ് എൻ ഇസ് ഈക്വൽ ടു സി ബൈ എഫ് സി ഗാമ എച്ച്. അപ്പോൾ ഇവിടെ എല്ലാ വാല്യൂസും ഗിവൺ ആണ്. നമുക്ക് എഴുതാം എഫ് സി ഇസ് ഈക്വൽ ടു സി ബൈ
എസ് ഗാമ എച്ച്. അപ്പോൾ 35/0.164. ഇവിടെ എച്ച് എത്രയാണ്? 10 മീറ്റർ ഡെപ്തിലാണ് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എച്ച് ഇസ് 10 ആൻഡ് ദ ആൻസർ ഇസ് 1. അപ്പോൾ ഇവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് കിട്ടുന്ന വാല്യൂ 1.153 ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് 4 മാർക്ക്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടും. താങ്ക് യു.